ബീഹാറിൽ ആർ.ജെ.ഡിയും കോൺഗ്രസും നേതൃത്വം നൽകുന്ന മഹാഗഡ്ബന്ധനുമായി സീറ്റ് ധാരണയിലെത്താത്തതിനെ തുടർന്ന് ജെ.എം.എം തനിച്ച് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. പാർട്ടിക്ക് സ്വാധീനമുള്ള 6 സീറ്റുകളിലാണ് മത്സരിക്കുക. ഔദ്യോഗിക പ്രഖ്യാപനം വന്നില്ലെങ്കിലും മഹാസഖ്യത്തിൽ സീറ്റ് ധാരണയെന്ന് ആർ.ജെ.ഡി കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെട്ടു. 9 മണ്ഡലങ്ങളിൽ സൗഹൃദ മത്സരമെന്ന വാർത്ത ഇരു പാർട്ടികളും തള്ളി. പുതിയ മുഖംമൂടി ധരിച്ച ജംഗിൾ രാജാണ് ആർ.ജെ.ഡി ലക്ഷ്യമെന്ന പ്രചാരണം കടുപ്പിക്കുകയാണ്. ഇതിനിടയ്ക്ക് എൻ ഡി എ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരുന്നു. പ്രചരണവും ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ട നാമനിർദ്ദേശ പത്രിക സമർപ്പണമൊക്കെ പൂർത്തിയായ പശ്ചാത്തലം കൂടിയുണ്ട്. കിരൺ ബാബു ഉണ്ട്. കിരണ്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ് മഹാസഖ്യമെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഏറ്റവും പുതിയ വിവരം? ഏതെങ്കിലും തരത്തിലുള്ള ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? ബീഹാറിൽ 1ാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന സമയം കഴിഞ്ഞു. സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. പക്ഷേ ഒരു ഭാഗത്ത് NDA ശക്തമായ പ്രചരണവുമായി രംഗത്തുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലാണ് NDAയുടെ പ്രചരണം നടക്കുന്നത്. പ്രധാനമായും പുതിയ മുഖംമൂടി അണിഞ്ഞ ജംഗിൾ രാജിനു വേണ്ടിയാണ്. പണ്ട് ലാലു പ്രസാദ് യാദവിൻ്റെ ഭരണകാലത്ത് ജംഗിൾ രാജായിരുന്നു എന്നായിരുന്നു പ്രധാനപ്പെട്ട ആക്ഷേപം. അതിപ്പോൾ മുഖംമൂടി അണിഞ്ഞ് തേജസ്വി യാദവിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ വരികയാണ് എന്നുള്ള ആരോപണമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. അത്തരം ഒരു ജംഗിൾ രാജ് വീണ്ടും വരാതിരിക്കാൻ വേണ്ടി ഇവരെ ഭരണത്തിൽ നിന്ന് പുറത്തു കളയണം എന്നുള്ള വാദമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. അത്തരം ഒരു പ്രചരണവുമായി BJP ഒരു ഭാഗത്തും, BJPയും അതോടൊപ്പം തന്നെ JDUവും അടങ്ങുന്ന സഖ്യം, അതോടൊപ്പം തന്നെ രാംവിലാസ് പാസ്വാന്റെ പാർട്ടി, ചിരാഗ് പാസ്വാൻ നയിക്കുന്ന LJP അടക്കമുള്ള പാർട്ടികൾ ഒരു ഭാഗത്ത് ശക്തമായ പ്രചരണവുമായി മുന്നേറുമ്പോൾ മറുഭാഗത്ത് കോൺഗ്രസും അതോടൊപ്പം തന്നെ RJD നയിക്കുന്ന മുന്നണി ഇന്ത്യ മഹാഗഡ്ബന്ധൻ ഇപ്പോഴും സീറ്റ് വിഭജനത്തിൽ അന്തിമ ധാരണയിലേക്ക്, പ്രഖ്യാപനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ കോൺഗ്രസിൻ്റെയും RJDയും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഞങ്ങൾ സീറ്റ് വിഭജനം പൂർത്തിയാക്കി കഴിഞ്ഞു, പ്രഖ്യാപനം ഉടൻ ഉണ്ടാവുമെന്ന് പറയുന്നു. പക്ഷേ പ്രഖ്യാപനം ഉടൻ ഉണ്ടായിട്ടില്ല. ഇടതു പാർട്ടികളുടെ സീറ്റുകളിൽ മാത്രമാണ് പൂർണ്ണമായും അന്തിമ ധാരണയുണ്ടായിട്ടുള്ളതും സീറ്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതും. കഴിഞ്ഞ തവണ ജയിച്ച CPI-ML 20 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ജയിച്ച 12 സീറ്റുകളിലും സിറ്റിംഗ് MLA-മാരെ തന്നെയാണ് മത്സരിപ്പിക്കുന്നത്. ഇടതു പാർട്ടികൾ സ്ഥാനാർത്ഥികളുമായി മത്സരരംഗത്ത് സജീവമായി നിൽക്കുമ്പോൾ RJDയുടെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികളുടെ വിഷയത്തിലാണ് ഇപ്പോഴും തർക്കമുള്ളത്. മുന്നണിക്ക് പുറത്തു നിന്ന് മുന്നണിയുമായി സൗഹൃദം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ മുന്നണിയുമായി ധാരണയിൽ പോകാം എന്ന് JMM ചില വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അത്തരത്തിൽ ചില ചർച്ചകൾ നടന്നിരുന്നു. കാരണം ഛത്തീസ്ഗഡിൽ JMMന് ബീഹാറിൽ അങ്ങനെ ഒരു സീറ്റ് RJDക്ക് നൽകണം, ഞങ്ങളുടെ സംസ്ഥാനത്ത് അത്തരത്തിൽ സീറ്റ് ഞങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ മറിച്ച് സീറ്റ് നൽകണം എന്നുള്ള ആവശ്യം, ജാർഖണ്ഡിൽ സീറ്റ് നൽകിയ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സീറ്റ് ധാരണയിലേക്ക് ഇപ്പോഴും എത്താൻ കഴിഞ്ഞില്ല എന്നാണ് അറിയുന്നത്. ഇന്ന് വൈകിട്ട് JMMന്റെ നേതാക്കൾ നൽകുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ 6 സീറ്റുകളിൽ, ആ പാർട്ടിക്ക് നിർണായക സ്വാധീനമുള്ള 6 സീറ്റുകളിൽ അവർ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നാണ് പറയുന്നത്. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കാൻ കഴിയില്ലെങ്കിലും മഹാഗഡ്ബന്ധന്റെ ഭാഗമായി നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ, അല്ലെങ്കിൽ RJയുടെ വോട്ട് ബാങ്കിൽ പിളർത്താനൊക്കെ ആ പാർട്ടിക്ക് കഴിയും. അതുകൊണ്ട് വീണ്ടും ചർച്ചകൾ തുടരാനുള്ള സാധ്യത അപ്പോഴും തുടരുകയാണ്. എന്തായാലും മഹാഗഡ്ബന്ധന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടായേക്കും എന്നാണ് കോൺഗ്രസിൻ്റെയും RJDയുടെയും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പറയുന്നത്. അപ്പോഴും ഏത് സീറ്റുകളിലൊക്കെയാണ് RJD മത്സരിക്കുന്നത്, ഏത് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്, ഏതെല്ലാം സീറ്റുകളിലാണ് മറ്റു പാർട്ടികൾ മത്സരിക്കുന്നത് എന്നതിൽ ഇപ്പോഴും ധാരണയായിട്ടില്ല. അതോടൊപ്പം തന്നെ പശുപതി കുമാർ പരസിൻ്റെ RLJPയും മഹാഗഡ്ബന്ധനുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ചയും ഇപ്പോഴും വിജയിച്ചിട്ടില്ല. ഈ പാർട്ടിയും ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തിയിട്ടിരിക്കുന്നത്. ഇതിനിടെ കൗതുകകരമായ മറ്റൊരു പ്രവചനം കൂടി വന്നു. കഴിഞ്ഞ ദിവസം ജൻ സുരാജ് പാർട്ടിയുടെ നേതാവും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനും കൂടിയായ പ്രശാന്ത് കിഷോർ അവിടെ NDA അമ്പെ പരാജയപ്പെടുമെന്നും തൻ്റെ പാർട്ടിക്ക്, ജൻ സുരാജ് പാർട്ടിക്ക് ഒന്നുകിൽ 10-ൽ താഴെ സീറ്റുകൾ അല്ലെങ്കിൽ 150 മേൽ സീറ്റുകൾ ലഭിക്കുമെന്നും ഒക്കെ അവകാശപ്പെട്ടിരുന്നു. അപ്പോഴും മഹാഗഡ്ബന്ധന് എത്ര സീറ്റുകൾ ലഭിക്കുമെന്ന് അദ്ദേഹം പറയാൻ തയ്യാറായിരുന്നില്ല. ഇന്ന് അദ്ദേഹം ഇത് വലിയ വാർത്ത. മറുഭാഗത്ത് എന്താണ് കിരണ സാഹചര്യം? കാരണം NDA സഖ്യത്തിൽ സീറ്റ് വിഭജനമൊക്കെ പൂർത്തിയാക്കിയിരുന്നു. 101 തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അവിടെ എന്തെങ്കിലും അസ്വാരസ്യങ്ങളോ മറ്റോ ഉണ്ടോ? ഇടയ്ക്ക് ഒരു RJD സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി എന്നൊക്കെയുള്ള വാർത്ത വന്നിരുന്നു. രഞ്ജിത്ത്, RJD സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി എന്നുള്ളതല്ല, ഔദ്യോഗികമായി പുറത്തു വന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ചിരാഗ് പാസ്വാന്റെ LJPയുടെ ഒരു സ്ഥാനാർത്ഥിയുടെ പത്രികയാണ് തള്ളിയത്. മറ്റ് ചില സ്ഥലങ്ങളിലുമൊക്കെ ആ പത്രിക തള്ളിയതായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ, അല്ലെങ്കിൽ ഔദ്യോഗികമായ ഇലക്ഷൻ കമ്മീഷൻ ഒരാളുടെ പത്രിക, പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഒരു സ്ഥാനാർത്ഥിയുടെ പത്രിക മാത്രം തള്ളിയ വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്.
അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും ബീഹാറിൽ കാര്യങ്ങൾ അത്ര സുഗമമല്ല എന്നാണ് മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് വലിയ തോതിലുള്ള തിരിച്ചടി ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പലതരത്തിലുള്ള മത്സരങ്ങൾ പരസ്പരം ഉണ്ടാകുന്ന സൂചനകൾ പോലുമുണ്ട്. പക്ഷേ മഹാസഖ്യവുമായി ബന്ധപ്പെട്ട അത്തരം വാർത്തകൾ സ്ഥിരീകരിക്കുന്നില്ല എങ്കിൽ പോലും വലിയ തോതിലുള്ള പ്രചരണ പ്രവർത്തനം നടത്തേണ്ട സമയത്താണ് ഇത്തരം ആശങ്കകൾ ആ സഖ്യത്തിൽ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കണം. വലിയ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ളത് വലിയ അജണ്ടയായി മഹാസഖ്യം മുന്നോട്ട് വെക്കുന്ന പശ്ചാത്തലത്തിലാണ് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉടലെടുക്കുന്നത് എന്നതും പ്രധാനമാണ്. കിരൺ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.